കുണ്ണേ മോനെ, നിനക്കത് ഒരുപാടുണ്ടല്ലേ? ആ, അതുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രയോജനപ്പെടുത്തണം. നിനക്കത് പ്രയോജനപ്പെടുത്താനുള്ള കഴിവുമില്ല. മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്യുക, അത് നെറ്റിയിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ചോണ്ട് നടക്കുക. എനിക്ക് രണ്ടെണ്ണമാണ്. ആ, മോന് രണ്ടെണ്ണം ഉണ്ടല്ലേ? എന്നാൽ ഇല്ലാത്തവർക്ക് ഒരെണ്ണം കൊടുക്കുക. കുഞ്ഞെ, നിനക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നീ അത് എന്നോട് വന്ന് എന്തിനാ പറയുന്നത്? എന്നോട് വന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നിനക്കറിയില്ല. കുനിഞ്ഞു നിൽക്കാനോ? ഞാനെന്നും കുനിഞ്ഞു നിൽക്കാറുണ്ട് യോഗാസനം ചെയ്യുമ്പോൾ. കുനിഞ്ഞു നിൽക്കണം നമ്മൾ. കുനിഞ്ഞു നിൽക്കുമ്പോൾ വയറിന് കുടവണ്ടിയൊക്കെ കുറയും കേട്ടോ. മോനെ, നീ കുനിഞ്ഞു തന്നെ നിൽക്കണം. നിനക്ക് കൂടുതൽ കുടവണ്ടിയുണ്ട്, വയറ് ചാടി കിടക്കുക. അപ്പോൾ കുനിഞ്ഞു നിൽക്കണം കേട്ടോ. എന്നും കുനിഞ്ഞു നിൽക്കണം. എൻ്റെ കുഞ്ഞെന്നും കുനിഞ്ഞു നിൽക്കണം കേട്ടോ. ബ്രായുടെ സൈസ് എത്രയാണ്? എന്തിനാ? നിനക്കൊരെണ്ണം വാങ്ങിച്ചിടാൻ വേണ്ടിയാണോ? നീ അത് നിൻ്റെ വീട്ടിലുള്ളത് അള്ളയോടെ എങ്ങാനും ചോദിക്കുക. ഒരു കാര്യം ചെയ്യുക, നീ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ പെണ്ണിനോട് ചോദിക്കണം ബ്രായുടെ സൈസ് എത്രയാണ്. അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി. കടയിൽ ചെന്നിട്ട് ചോദിക്കണം ബ്രായുടെ സൈസ് എത്രയാണ്. പെൺപിള്ളേരെങ്ങാനും പിന്നെ വസ്ത്രശാലയിൽ നിൽക്കുവാണെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കുമല്ലോ ബ്രായുടെ സൈസ് എത്രയാണ്. ആദ്യം ബ്രായ് ഉണ്ടെങ്കിൽ അത് കാണിക്കാനായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറയണം. അല്ലെങ്കിൽ നിൻ്റെ മോന്ത രണ്ട് നീര് കൊണ്ടിരിക്കും. അവരോട് ചോദിച്ചാൽ മനസ്സിലായല്ലോ. നിന്റെ കോളർ നിന്റെ കൊറനാവള്ളിയെ പിടിച്ചവർ വെളിയിലാക്കും. അപ്പോൾ നീ എന്ത് ചെയ്യണം? ബ്രായുടെ സൈസ് അറിയണമെങ്കിൽ ഒരു വസ്ത്രശാലയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് കൊടുക്കണം.